വെൽക്കം ടു ദ ഫോർത്ത് എപ്പിസോഡ് ഓഫ് ദ റഹ്മാൻ എഫക്ട് പോഡ്കാസ്റ്റ്. ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റ് ചെയ്ത ഗസ്റ്റാണ് വിവേക്. അദ്ദേഹം സ്റ്റാർട്ടപ്സിന് ഫണ്ട് റേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനൽ വെഞ്ചർ നാവിഗേറ്റർ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ടു ദ പോഡ്കാസ്റ്റ് വിവേക്. ഹായ്. എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയത്? ഒരു സ്റ്റാർട്ടപ്പിന് ഫണ്ട് റേസ് ചെയ്ത് കൊടുക്കൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. എളുപ്പമില്ല മാത്രല്ല, അത് ഒട്ടുമിക്കത് ഇമ്പോസിബിൾ എന്ന് പറയാം. 99% സ്റ്റാർട്ടപ്പുകൾക്കും ഓടിച്ചെന്നാ ഫണ്ട് കിട്ടില്ല. നിനക്കും അറിയാലോ അത്. അതായത് നീ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറാണ്. ഓക്കെ, ഒട്ടുമിക്ക പേരും വരുന്നത് എനിക്കൊരു ഐഡിയ ഉണ്ട്, ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ട്, ഫണ്ട് കിട്ടും. ഇതാണ് എല്ലാവരുടെയും ചോദ്യം. എടുത്തു വെച്ചേക്കല്ലേ ഇൻവെസ്റ്റർ ഒരു ഐഡിയക്ക് വേണ്ടി ഫണ്ട് ചെയ്യാൻ. സീഡ് സ്റ്റേജിൽ ഫണ്ട് ഇടുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അതൊക്കെ പണ്ട്. നല്ലൊരു കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഫണ്ട് കിട്ടണമെങ്കിൽ ഒരു 3-4 കാറ്റഗറീസ് ഉണ്ട്. ഹിസ്റ്ററി ഉള്ളവനെ ഫണ്ട് കിട്ടുള്ളൂ. സക്സസ് ആയ ഒരുത്തനെ ഫണ്ട് കിട്ടിയ ചരിത്രമുള്ളൂ. ഉദാഹരണം പറഞ്ഞുതരാം. ഒരുത്തനൊരു IIT IIM പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു വ്യക്തിക്ക് അവൻ പഠിച്ചിറങ്ങി അവൻ ജോലി ചെയ്യുന്ന സാഹചര്യം, അവന്റെ നെറ്റ്വർക്കുകൾ, ഇതിൽ നിന്ന് ഒരു സീഡ് സ്റ്റേജിൽ ഫണ്ട് കിട്ടാൻ അവന് ബുദ്ധിമുട്ടില്ല. അവന്റെ നെറ്റ്വർക്ക് അത്രയായിരിക്കാം, അവന് വിശ്വാസമുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അവന്റെ കഴിവില് ട്രസ്റ്റ് ഉള്ളതുകൊണ്ട്. രണ്ടാമത്, ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ് ഉള്ള ഒരു വ്യക്തി, അവന്റെ പുതിയൊരു വെർട്ടിക്കലിനോ അല്ലെങ്കിൽ അവന്റെ പുതിയൊരു കോൺസെപ്റ്റിനോ ഫണ്ട് കിട്ടിയേക്കാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അവൻ ഇപ്പുറത്ത് ഒരു സംവിധാനം ഭംഗിയായിട്ട് നടത്തി കൊണ്ടുപോകുന്നുണ്ട്. ഇതിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും മറ്റില്ലെങ്കിലും ഫണ്ട് എടുത്ത് തരുമോ എന്നുള്ള ഒരു കോൺസെപ്റ്റ്. രണ്ടാമത്തത്, ഓൾറെഡി എക്സിറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക്, എക്സിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിനക്കറിയാലോ, ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് റിട്ടേൺസ് കൊടുത്ത ഒരു സ്റ്റാർട്ടപ്പ്. അങ്ങനെ റിട്ടേൺസ് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ എന്ത് വേണം? നല്ല രീതിയിൽ പണി അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കണം. കച്ചവടം നടത്താനും അതുപോലെ അത് സ്റ്റാഫുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ, നല്ലൊരു SOP ഉണ്ടാക്കുന്നതിന്, സ്കെയിലപ്പ് ചെയ്യുന്നതിന്, ആ പ്ലാൻ വൃത്തിയായി ഡെവലപ്പ് ചെയ്യുന്നതിന് തുടങ്ങി A to Z നോളജ് ഉള്ള ഒരു വ്യക്തിയെ അത് എക്സിറ്റ് ചെയ്യുള്ളൂ ഭംഗിയായിട്ട്. അവന് ഫണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടില്ല, കാരണം അവന് ഹിസ്റ്ററി ഉള്ളവനാണ്. തുടങ്ങിയ ഒട്ടുമിക്ക ഒരു കാറ്റഗറീസ് ഉണ്ട് ഫണ്ട് റേസ് ചെയ്തതിന് വേണ്ടിയിട്ട്. അതല്ലാതെ ഒരു 99% ആളുകൾക്ക് എന്തുണ്ട്? ഒരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ അവരെ സംബന്ധിച്ച് ലോകത്തെ ഏറ്റവും മികച്ചതായിരിക്കാം, പക്ഷെ അതിന്റെ ഇംപ്ലിമെന്റേഷനിലാണുള്ള കാര്യം. അതിന് ഞാൻ ചിന്തിക്കുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഒരു കോൺസെപ്റ്റിന്റെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുമ്പോൾ വലിയ കാഴ്ചകൾ കണ്ട വ്യക്തികൾക്ക് അത് എത്ര മനോഹരമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നതിന് ഉദാഹരണമാണ് ഒരു ബില്യണേഴ്സ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ കാണുന്ന പുതിയ ലോകങ്ങൾ, പുതിയ പുതിയ ബിസിനസ്സുകൾ, പുതിയ അറിവുകൾ, ഇതെല്ലാം അവരുടെ പുതിയ പുതിയ ബിസിനസ്സുകളെ സ്വാധീനിക്കാം. അപ്പോ ഒരു സാധാരണ ഒരു ഉദാഹരണത്തിന് തുടങ്ങാം. സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ച് ഒരു വലിയൊരു തിയറിയാണ് ബേൺ റേറ്റ് എന്ന് പറയും. ബേൺ റേറ്റ് മീൻസ് ഒരു ഐഡിയ ഉണ്ടാവും അവന്. ആ ഐഡിയ എങ്ങനെയെങ്കിലും അവർ ഇംപ്ലിമെന്റ് ചെയ്യണം, അല്ലെങ്കിൽ അവന് ഉറക്കം കിട്ടില്ല. അപ്പോ ഏതെങ്കിലും ഒരു സ്വിഗ്ഗി സൊമാറ്റോ പോലത്തെ ഒരു ആപ്പ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കാനോ അവൻ ചിന്തിക്കുക. പക്ഷേ അവൻ യഥാർത്ഥത്തിൽ പഠിച്ചു എന്നുണ്ടെങ്കിൽ ഇപ്പൊ സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ളവർക്ക് അവർക്ക് ഫുഡ് വിൽക്കണം പോലും താല്പര്യമില്ല. മീൻസ് അവരുടെ ഗെയിം കഴിഞ്ഞു. അതായത് ഇനീഷ്യലി കോൺസെപ്റ്റ് തുടങ്ങി വന്ന് IPO ലിസ്റ്റ് ചെയ്ത് എക്സിറ്റ് ചെയ്ത് അതിന്റെ ഫൗണ്ടറും ഇൻവെസ്റ്ററും ഫണ്ട് എടുത്ത് പോയി കഴിഞ്ഞു. ഇനി അത് ഒരു സിസ്റ്റം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോ ഇത് കണ്ടുകൊണ്ട്, ഇതിന്റെ ലാഭവും ഇതിന്റെ വലിയൊരു എന്താ പറയാ സ്കെയിലബിലിറ്റി കണ്ടുകൊണ്ട് ഇത്തരം കോൺസെപ്റ്റ് റിപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ഒരു വ്യക്തി അതിന്റെ ലാഭസാധ്യതയോ അല്ലെങ്കിൽ അതിന്റെ ഒരു സോഴ്സോ, അല്ലെങ്കിൽ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നവർ, ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നവർ, ടെക്നോളജിക്കലി ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞവർ, ആശയം പങ്കുവെച്ചവര് തുടങ്ങിയ ആളുകളുമായിട്ട് കൂടി ചേർന്നുകൊണ്ട് ആ ഒരു സ്റ്റാർട്ടപ്പ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കും. ആ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു ആപ്പ് ആദ്യം തന്നെ അവർ ആപ്പ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് അത് മാർക്കറ്റ് ചെയ്താൽ മാത്രമേ അവരുടെ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യൂ എന്നുള്ളൊരു ചിന്തയോടെ ആദ്യം ആപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകും. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ചെയ്യുന്ന സമയത്ത് പല സ്ഥലത്ത് നിന്ന് എൻക്വയറി എടുക്കുമ്പോൾ 8 മുതൽ 10 ലക്ഷം രൂപ വരെ അവർ കോട്ടിടും. ഈ കോട്ടിട്ട് ഈ 8 ലക്ഷം രൂപ റേസ് ചെയ്യാനായിട്ട് ആദ്യം ശ്രമിക്കുക. അപ്പോ ഒരു ഇൻവെസ്റ്റർ എടുത്ത് ഐഡിയ പിച്ച് വരുമ്പോൾ ആദ്യം പറയും, എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഈ ഐഡിയയിൽ ആപ്പ് ഡെവലപ്പ് ചെയ്യണം, അതിന് ഇത്ര പൈസ ചെലവുണ്ട്, ഒരു 8 ലക്ഷം രൂപ എനിക്ക് ഇതിന് ചെലവുണ്ട്, അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആദ്യം പറയും. അപ്പോ അവനെ സംബന്ധിച്ച് ആ 8 ലക്ഷം രൂപ അവന്റെ സീഡ്, അവൻ ജോലി ചെയ്തെടുത്ത അല്ലെങ്കിൽ അവൻ സ്വരുക്കൂട്ടി വെച്ച കൂട്ടുകാരിന്നൊക്കെ റേസ് ചെയ്ത ആ ഫണ്ട് മൊത്തം അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞു. ദെൻ അതിന് റിട്ടേൺസ് അവിടെ. റിട്ടേൺസ് ഇല്ലാത്തൊരു കോൺസെപ്റ്റ് ഒരു സ്റ്റാർട്ടപ്പിൽ ഒരു ഫൗണ്ടർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യില്ലല്ലോ. അപ്പൊ ഇവനെ സംബന്ധിച്ച് എന്താണ്,
ഇവൻ ഈ പൈസ മൊത്തത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് മുഴുവനാക്കാനും പറ്റില്ല, അത് ഇട്ടിട്ട് പോകാനും പറ്റില്ല. അങ്ങനെ അവന്റെ ഉള്ള സമയം മൊത്തം അങ്ങനെ പോവുകയും ചെയ്യും. അപ്പോഴാണ് ഇവൻ തിരിച്ചറിയുക, ഇതേ ഡെവലപ്പർ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഇത്തരം കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തതിന്റെ വൈറ്റ് ടേബിൾ പ്രൊഡക്റ്റ് ഉണ്ടെന്നും അത് ഇതിനേക്കാൾ ചെറിയത് നോക്കി വാങ്ങാൻ കിട്ടുമെന്നും അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ കൂടെ ഇത്തരം ടെംപ്ലേറ്റ്സ് ഡൗൺലോഡ് ചെയ്ത് സ്വയമായിട്ട് ചെയ്യാൻ പറ്റുമെന്നും അതല്ലെങ്കിൽ ശ്രീലങ്ക, നേപ്പാൾ തുടങ്ങിയ മറ്റു രാജ്യങ്ങളിൽ അപ്വർക്ക്, ഫൈബർ തുടങ്ങിയ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിലൂടെ ആളുകളെ ഹയർ ചെയ്തുകൊണ്ട് ചെറിയ നോക്കി ഇത് ചെയ്യാൻ പറ്റുമെന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവൻ മനസ്സിലാക്കുന്നത് കയ്യിലുള്ള പണം നഷ്ടപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷമായിരിക്കും. പക്ഷെ ഞാൻ ഇങ്ങനത്തെ സ്റ്റാർട്ടപ്സിനോട് പൊതുവെ പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാല്, നിങ്ങളൊരു MVP ക്രിയേറ്റ് ചെയ്യുക, മിനിമം വയബിൾ പ്രൊഡക്റ്റ്, ഏറ്റവും ചീപ്പായിട്ട് കോസ്റ്റിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിങ്ങൾ പ്രൊഡക്റ്റ് ഇറക്കാൻ പറ്റുമോ എന്നുള്ളത്. അത് ഇറക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുറച്ച് കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ കസ്റ്റമേഴ്സിനെ ഫീഡ്ബാക്ക് എടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാന്നാണ് ഞാൻ പൊതുവെ അധികം സജസ്റ്റ് ചെയ്യാം. ഉദാഹരണം പറഞ്ഞു, ഞാനിപ്പോ ഒരാളുടെ അടുത്ത് ഞാൻ സംസാരിച്ചൊരു കോൺസെപ്റ്റ് ആണ്. അതായത് ഒരു ഡേറ്റിംഗ് ആപ്പ് തുടങ്ങുന്ന പറഞ്ഞത്. അപ്പോ സിമ്പിൾ ആണ്, ഒരു ചെറിയൊരു ഒരു ഹോം പേജ്, ഒരു ലോഗിൻ പേജ് സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമുക്ക് തന്നെ. ആ ഒരു സംഭവം തയ്യാറാക്കിയതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം പ്ലാറ്റ്ഫോംസിലൊക്കെ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് ഒരു 20-30 വയസ്സിനിടയ്ക്കുള്ളവര് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് മാരേജ് നോക്കുന്നവര് അങ്ങനത്തെ കുറച്ച് ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് കുറച്ച് പോസ്റ്റുകൾ തയ്യാറാക്കുക, കുറച്ച് ലീഡ്സ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ കുറച്ച് ലീഡുകൾ വന്നതിന് ശേഷം അപ്പോ എന്തായി, ലീഡ്സ് വരുന്നുണ്ട്. ആ ഒരു സംവിധാനം ചെറിയ രീതിയിലെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്, ആളുകൾ വരുന്നുണ്ട്. ഒരു 1000 പേരുടെ ലീഡ് കിട്ടിയെന്ന് വിചാരിക്കുക. ഇതിനെ ഒരു MVP സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു, പ്രോട്ടോടൈപ്പ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി അടുത്ത ഒരു MVP-ലേക്ക് പോകുന്നവർ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിലൂടെ, അതായത് മാച്ചിങ് ആയിട്ടുള്ളവരെ കണക്ട് ചെയ്യുന്നു, ആ പ്ലാറ്റ്ഫോം കുറച്ചുകൂടെ എന്താ പറയാ ഡെവലപ്പ് ചെയ്യുന്നു, ആളുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നു, അതിന്റെ റിവ്യൂ വരുന്നു. ആ റിവ്യൂവിന് ശേഷം അവരെ എന്താ പറയാ സാക്ഷ്യം പറയിക്കുക എന്ന് പറയില്ലേ, ഞങ്ങൾ ഇതിലൂടെയാണ് പങ്കെടുത്തത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ റീച്ചിലേക്ക് എത്തുന്നു. എന്നിട്ട് ഒരു ഇൻവെസ്റ്ററെ കണക്ട് ചെയ്യുന്ന സമയത്ത് യെസ് ഫണ്ട് ഫ്ലോ വരുന്നുണ്ട്, ആളുകൾ വരുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്, പ്ലാറ്റ്ഫോം റെഡിയാണ്, ഇൻഫ്രാ സെറ്റ് ആണ്, ഇനി ഇത് ഡെവലപ്പ് ചെയ്യണം, എനിക്ക് ഫണ്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ റിജക്ട് ചെയ്യാൻ സാധ്യതയില്ല. അതെ 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 അത് വളരെ ശരിയാണ്, വളരെ ശരിയാണ്. ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഏതാ വെച്ച് കഴിഞ്ഞാൽ Airbnb അറിയോ സ്റ്റാർട്ടപ്പ്? അത് ഇതേപോലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അവർ വെബ്സൈറ്റോ കാര്യങ്ങളോ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് റൂമിൽ സ്പേസസ് ഉള്ള ആൾക്കാരെ വിളിച്ച് പുറമേയുള്ള ഏതൊരു ഇവന്റിന്റെ ഇടയിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവിടെ റൂം സ്പേസ് ഉള്ളത് നിങ്ങൾ ആ ഇവന്റിന് വരുന്ന ആൾക്കാർക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ആ നൈറ്റ് സ്റ്റേ ചെയ്യാനുള്ളതും കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ച ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു വെച്ചിട്ട് ഈ ഫെസ്റ്റിവലിന് വരുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസും എടുത്തിട്ട് ഇവരും അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുത്തതാണ്. അങ്ങനെയാണ് Airbnb സ്റ്റാർട്ട് ആവുന്നത്. അങ്ങനെ സംഭവം വരുന്നത്. വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതായത് നമ്മൾ ശരിയായ ഒരു ഇൻവെസ്റ്ററെയാണോ, പെട്ടെന്ന് ഒരു ആശയം മനസ്സിലാവും, നമ്മൾ ഒരു ഇൻവെസ്റ്ററെ സമീപിക്കുന്നത് ശരിയായ ഒരു ഇൻവെസ്റ്റർ തന്നെയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് സാധാരണ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറെ സംബന്ധിച്ച് അയാൾ ചിന്തിക്കുന്നത് എന്താ, കാശുള്ളവനാണോ അയാൾ ഒരു ഇൻവെസ്റ്റർ ആവും. അപ്പോ ഒരു ടെക് ബേസ്ഡ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ഒരാള് തടിക്കച്ചവടം നടത്തുന്ന ഒരാളുടെ അടുത്ത് അയാളുടെ ഫണ്ട് ഫ്ലോ ഉണ്ടാവില്ല, നല്ല കാശ് ഉണ്ടാവില്ലോ, അയാളെ കണ്ട് ഈ ഐഡിയ അയാളുടെ അടുത്ത് പറയും. അപ്പൊ അയാൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇവൻ വിചാരിക്കും, അയാളുടെ ഇവൻ നോക്കുമ്പോ അയാൾ കാശുണ്ട്, അയാൾ ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ, ഇവന്റെ ഐഡിയ അടിപൊളിയാണല്ലോ. അപ്പൊ അവിടെ ഐഡിയ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി ചിന്തിക്കുന്നത് എന്താ, എന്തോ പറയുന്നു, ഒരു വിഷമിപ്പിക്കേണ്ട വിചാരിച്ചു ശരിയിടാൻ മോനെ ടാറ്റ എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് മോഹിപ്പിച്ച് ടാറ്റ പറഞ്ഞു വിടും, ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ കിട്ടൂല. യഥാർത്ഥത്തില് ഇവന്റെ സംവിധാനം ആവശ്യമുള്ളതാരോ, ഇവന്റെ ഇൻഫ്ര ഉപയോഗിക്കാൻ പറ്റുന്നത് ആരോ, ഇവനെ കൊണ്ട് ഇവന്റെ പ്ലാറ്റ്ഫോമിനെ കൊണ്ട് ഉപയോഗമുള്ള ഒരാളോ ആളാരോ അവിടെ ചെന്ന് ഇവന്റെ ഇൻവെസ്റ്റ്മെന്റ് വെറുതെ ഐഡിയ പിച്ചല്ല, പ്രോട്ടോടൈപ്പിന് ശേഷം ഒരു MVP-ക്ക് ശേഷം ഈ സംവിധാനം വർക്കിംഗ് ആണ് എന്ന് തെളിയിച്ച് ഇതേ സീരീസിലുള്ള ഒരാളുടെ അടുത്ത് കൺവിൻസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നല്ലൊരു സാധ്യതയാണ്. നമ്മൾ ഇതുവരെ പരിശോധിച്ചാൽ അറിയാം, പർട്ടിക്കുലർ ഫീൽഡിലുള്ള ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് ഇത് കണക്ട് ആവും. യെസ് കാരണം ഒരു ചെറിയൊരു സാഹചര്യം പറയാണ്, ഒരു സ്പീക്ക് ഇംഗ്ലീഷ് പോലെ ഒരു ചെറിയൊരു കോൺസെപ്റ്റ് പഠിപ്പിക്കുന്ന ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് വെറുതെ, അതുപോലെ സ്റ്റഡി അബ്രോഡ് ചെയ്യുന്ന ഒരു ഭീമൻ അപ്പുറത്തുണ്ടെന്ന് വിചാരിക്കും. അപ്പോ ഇംഗ്ലീഷ് മലയാളം അങ്ങനെ കോൺസെപ്റ്റിൽ പഠിപ്പിക്കുന്ന ഒരു ചെറിയ സ്റ്റാർട്ടപ്പുകാരന് ഒരു ഫണ്ട് ലഭിക്കാനായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുന്നതിന് പകരം ഒരു സ്റ്റഡി അബ്രോഡ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയ ഒരാളുടെ അടുത്ത് സമീപിക്കുന്ന സമയത്ത് പുള്ളിക്ക് എന്താണ്, പുള്ളിക്കുള്ള ഡാറ്റ അല്ലെങ്കിൽ പുള്ളിക്കുള്ള ലീഡ്സ് ജനറേറ്റ് ചെയ്യുന്നതിന് ഇവനൊരു മാധ്യമവും, ഇവനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവന്റെ ഇൻഫ്രോ ഉപയോഗിക്കാം. മാത്രല്ല ഇവന്റെ വളർച്ച അയാളുടെയും കൂടെ വളർച്ചയാണ്. ഭാവിയില് അത് ഡള്ളായാലും ഇതിൽ കൂടെ എടുക്കാവുന്ന രീതിയിൽ തുടങ്ങിയ ഒട്ടുമിക്ക കാര്യങ്ങൾ. പിന്നെ മാത്രല്ല വേറെ 2 കാര്യം കൂടി,
ഒരു ഇൻവെസ്റ്ററെ സമീപിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോ അയാൾക്ക് തുടക്കം മുതല് അവസാനം വരെ കേട്ടിരിക്കാനുള്ള ക്ഷമ ഉണ്ടായിരുന്നു വരില്ല. അയാൾക്ക് ആവശ്യം എന്താ? റിട്ടേൺസ്. പണത്തിന്റെ എലമെന്റ് ആയിരിക്കണം ഒരു ഇൻവെസ്റ്ററെ സമീപിക്കുമ്പോൾ ചെയ്യേണ്ടത്. അത് വെറുതെ വായ കൊണ്ട് പറയുന്ന ഒരു ഐഡിയ ആയിരിക്കരുത്. കൃത്യമായ അനലിറ്റിക്സ് അവരുടെ കയ്യിൽ ഉണ്ടാവും വേണം. യെസ്, ബിസിനസ് പ്ലാൻ മാത്രമല്ല, ഈ നിലവിലെ മാർക്കറ്റ് ഇത്ര കോമ്പറ്റീഷൻസ് ഉണ്ട്, ഇവൻ ഇത്ര വരികയാണെന്നുണ്ടെങ്കിൽ ഇവനെ ബൈബാക്ക് ചെയ്യാൻ ഇന്ന ഗ്രൂപ്പുകളുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആളുകളെ ഇവന്റെ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത ആളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു MVP ശേഷമുള്ള സ്റ്റേജ്. അതുപോലെ തന്നെ പിച്ച് ചെയ്യുമ്പോൾ മണിക്കൂറുകൾ എടുക്കരുത്. ഒരാളുടെ അടുത്ത് 5 മിനിറ്റ് പറയാനുള്ള കഥയും വേണം, 5 മണിക്കൂർ സംസാരിക്കാനുള്ള കഥയും വേണം. അതെ അതെ അതെ. അത് ഒരു ഇതുണ്ടോ 60 seconds എലിവേറ്റർ പിച്ച്. നമ്മളെ സ്റ്റാർട്ടപ്പിന്റെ കാര്യം ഹൈലി ടെക്നിക്കൽ ഫീൽഡിലുള്ള ആളാണെങ്കിലും ഇതിനെ കുറിച്ചിട്ട് ഒന്നും അറിയാത്ത ഒരാൾക്ക് വെറും 60 സെക്കൻഡിന് ഉള്ളിൽ നമ്മളെ സ്റ്റാർട്ടപ്പ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റണം. ഭംഗിയായിട്ട് നമ്മുടെ ബോംബെ ഷേവിംഗ് കമ്പനിയുടെ ഒരു ചെറിയൊരു, ഞാൻ അദ്ദേഹത്തിന്റെ എല്ലാ പോഡ്കാസ്റ്റും കാണുന്ന ആളാണ്. നല്ലൊരു പേഴ്സണൽ ബ്രാൻഡിലൂടെയാണ് തുടക്കമുള്ളെത്തിയത്. അതെ. പക്ഷെ ഇനീഷ്യൽ സ്റ്റേജസിൽ ബോംബെ ഷേവിംഗ് കമ്പനി ഹൈലി കോസ്റ്റ്ലി ആയിട്ടുള്ള ഷേവിംഗ് കിറ്റ് ആണ് ഇറക്കിയത്. അദ്ദേഹത്തിന്റെ ചില പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ട്. അതെ, അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരായി പോയി. അതിനുശേഷമാണ് അഫോർഡബിൾ ആയിട്ടുള്ള ഷേവിംഗ് കിറ്റിലേക്ക് അദ്ദേഹം വന്നത്. പക്ഷെ കോൺസെപ്റ്റ് എന്താ? ഈ ഒരു സംരംഭത്തെ സംബന്ധിച്ച് അതിന്റെ ബേസിക് ഗ്രാസ് റൂട്ട് മുതൽ ആ വ്യക്തിയാണ് പണിത്. റോ മെറ്റീരിയൽസ് എവിടെ നിന്ന് ഏറ്റവും ചീപ്പിന് എടുക്കാം, അത് കൃത്യമായിട്ട് മാർക്കറ്റിംഗിന് എത്ര എമൗണ്ട് ചെലവും, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഡീലേഴ്സ് തുടങ്ങിയ A to Z ഒരു ഉദാഹരണ സഹിതം ഞാൻ വ്യക്തമാക്കി തരാം. ഇപ്പോൾ ഞാൻ കൺസൾട്ട് ചെയ്യുന്ന നമ്മുടെ ടീം കൺസൾട്ട് ചെയ്ത ഒരു പ്രൊജക്ട് ഉണ്ട്. ഒരു FMCG സ്റ്റാർട്ടപ്പ് ആണ്, ഫുഡ് ഡെലിവറി ആപ്പ്. അപ്പോ ഇന്ത്യയിൽ തന്നെയാണ്. ആ ഒരു കോൺസെപ്റ്റ് പ്രൊജക്ഷൻസിലും പിച്ച് ഡെക്കിലും ഒക്കെ പലതും കാണിക്കാം. അതുപോലെ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് പോകണമെന്ന് ഒരു നിർബന്ധമില്ല. 99% അതുപോലെ പോവില്ല. പല പ്രൊജക്ഷൻസ് പല പിച്ച് ഡെക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ രീതിയിൽ എഴുതി കാണിക്കാം. അത് ചെയ്യുന്നത് പല ഇൻസ്റ്റിറ്റ്യൂഷനുകളായിരിക്കും, പല പ്രൈവറ്റ് ഏജൻസികളെ വെച്ചിട്ടായിരിക്കും നമ്മൾ ആ സംഭവം ചെയ്യാം. അവരതിന്റെ ഭംഗിക്ക് അവർ ചെയ്തുണ്ടാവും. പക്ഷെ യഥാർത്ഥ ഇംപ്ലിമെന്റേഷൻ പറഞ്ഞുതരാം. അപ്പോ റിയൽ നടന്ന ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു FMCG സ്റ്റാർട്ടപ്പ്, ഒരു മെസ്സാണ് കോൺസെപ്റ്റ്. അതായത് ഫുഡ് 3 നേരം ഭക്ഷണം കൊടുക്കുന്ന ഒരു ചെറിയ കോൺസെപ്റ്റ്. അപ്പോ പ്രൊജക്ഷൻ ഉണ്ടാക്കിയ സമയത്ത് MNC കമ്പനികൾ, അതായത് 100-ലധികം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അവിടുത്തെ ഒരു ഓർഡർ കിട്ടിയാൽ ഒറ്റയടിക്ക് 100 സബ്സ്ക്രിപ്ഷൻ കയറിയില്ലേ, 3 നേരം കൊടുത്താൽ പോരെ എന്നുള്ളൊരു ചിന്തയായിരുന്നു പ്രൊജക്ഷൻ ഉണ്ടായിരിക്കുന്ന സമയത്ത്. അതായത് പിച്ചിയുടെ പ്രൊജക്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ചിന്തയിലുള്ളത്. അങ്ങനത്തെ ഒരു 150 കമ്പനീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ B2B നമ്മുടെ പരിപാടി തീർന്നു, ബ്രേക്ക് ഈവൻ ആയി, പിന്നെ അങ്ങോട്ട് പ്രോഫിറ്റ് ആണ്. ഇതൊക്കെയാണ് നമ്മുടെ പ്രൊജക്ഷൻ ഉണ്ടായിരുന്നത്. ഇനി ഇംപ്ലിമെന്റേഷനിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ 40 ലക്ഷം രൂപ ഫണ്ട് റേസ് ചെയ്തു. അതിനുശേഷം 1.5 കോടി നെക്സ്റ്റ് അസറ്റ് പ്ലഡ്ജ് ചെയ്ത് എടുക്കില്ല, അങ്ങനെ കുറച്ച് പരിപാടി ചെയ്തു. കിച്ചൺ സ്റ്റാർട്ട് ചെയ്തു. കിച്ചൺ ഒരിക്കലും നമ്മൾ തുടങ്ങല്ലേ ചെയ്തത്, നിലവിൽ ഉണ്ടായിരുന്ന ഒരു കിച്ചൺ ഹയർ ചെയ്യാണ് ചെയ്തത്. നമ്മൾ പുതിയതായിട്ട് തുടങ്ങുന്നതിനേക്കാൾ നല്ലത് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് റിലയബിൾ ആയിട്ട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസും സോഴ്സുകൾ എന്താണോ അത് അന്വേഷിച്ച് പണമുള്ളവൻ പണം കൊണ്ട് പ്രശ്നം സോൾവ് ചെയ്യും. അതല്ലാത്തവൻ അവന്റെ ബുദ്ധി കൊണ്ട് സോൾവ് ചെയ്യാൻ നോക്കണം. എങ്കിലേ അത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. കറക്റ്റ്. അപ്പോ നമ്മൾ അങ്ങനെ ഒരു കിച്ചൺ എടുത്തു. പക്ഷെ സ്റ്റാർട്ടപ്പ് വർക്ക് ചെയ്യുന്നത് വാല്യുവേഷനിലാണ്, ബിസിനസ് ടേൺ ഓവറിലും. വാല്യുവേഷൻ ഗെയിമാണ് യഥാർത്ഥത്തിൽ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഷെഫിനെ, പ്രീമിയം ഷെഫുകളെ കൊണ്ടുവന്നിരുന്നു. അപ്പോ സാലറി ഭയങ്കര ഹ്യൂജ് ആണ്. അപ്പൊ എന്ത് ചെയ്തു, നമ്മൾ പ്രീമിയം ആളുകളെ വെച്ചു, ക്വാളിറ്റി A to Z അങ്ങനെ എല്ലാം ചെയ്ത് ഫുഡ് മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ നടന്നു. ദെൻ നമ്മൾ ഈ സാധനം വിൽക്കുന്ന സമയത്ത് നമ്മൾ MNC കമ്പനികളിൽ പോയി. ആ പോകുന്ന സമയത്ത് ആ ഫൗണ്ടറെ സംബന്ധിച്ചാണ്, ആ ഫൗണ്ടർ MNC കമ്പനീസിൽ പോയപ്പോ അവിടെ ഉണ്ടായ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാല് അവിടെ ഓൾറെഡി മെസ് ഉണ്ട്. മാത്രമല്ല മെസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ അസോസിയേറ്റ് ചെയ്യുന്ന ഫുഡ് പാർട്ട്നേഴ്സ് വേറെ ഉണ്ട്. ഇവരുടെ ഫുഡ് ആവശ്യമില്ല, തകർന്നില്ലേ സംരംഭകൻ, ഫണ്ട് എടുത്ത് റിട്ടേൺസ് കൊടുക്കണ്ടേ. അപ്പൊ ഇനി എന്ത് വേണം, അടുത്ത സ്ഥലങ്ങളിലേക്ക് അന്വേഷിച്ചു പോകണം. അപ്പൊ എന്ത് ചെറിയ റീറ്റെയിൽ ഷോപ്പുകള് അങ്ങനെ പരിസര പ്രദേശങ്ങളിലൊക്കെ ചെന്നു. കാരണം ഇത് ദൂരെ യാത്രകൾ പോകാൻ പറ്റില്ല, ഫുഡാണ്. അതായത് 3 നേരത്തെ റെഡി ഭക്ഷണമാണ്. കുറച്ച് സമയത്തുള്ളില് രാവിലത്തെ ലഞ്ച് കൊണ്ട് കൊടുക്കണം. പ്രോപ്പർ ആയിട്ടുള്ള ടൈം ക്യാപ്പിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യും ചെയ്യും. യെസ്, അതെ. അപ്പൊ ഒരു നിശ്ചിത റേഡിയസ് ഉണ്ട്. ആ റേഡിയസിനുള്ളിലെ സാധനം എടുക്കാൻ പറ്റില്ല. കാരണം ട്രാഫിക് ഉണ്ട്, അതിന്റെ ഇടയിൽ കൊണ്ടുപോകും വേണം, എളുപ്പമല്ല. അപ്പോ ചെറുകിട സ്ഥാപനങ്ങൾ എടുക്കാൻ തുടങ്ങിയപ്പോ അവിടെ കൂടുതലും ജോലി ചെയ്യുന്നത് സ്ത്രീകളും അവിടെ അടുത്ത് വരുന്നവരുമാണ്. അടുത്തുനിന്നുള്ള ആളുകളുമാണ് അവിടെ ജോലി ചെയ്യുന്നത്. അവർ ഫുഡ് കൊണ്ടുവരുന്നവരാണ്. അവർക്ക് വേറെ ഫുഡിന്റെ ആവശ്യമില്ല. വീണ്ടും ഡൗൺ ആയി സംരംഭം.
ഫണ്ട് ഇങ്ങനെ ബേൺ ആയിക്കൊണ്ടിരിക്കല്ലേ ഓരോ ദിവസം കഴിയും തോറും. ദെൻ വീണ്ടും അടുത്തത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സ്റ്റാഫുകൾ, അതായത് ഇപ്പോ കാർ ഷോറൂമുകൾ, അങ്ങനെ ഡീലേഴ്സ്, അങ്ങനെ ആളുകൾ ഉണ്ടാവല്ലോ. അവര് കൂടുതലും സെയിൽസും മാർക്കറ്റിംഗ് ചെയ്യുന്നവരാണ്. അവർ പല സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിക്കേണ്ട കാര്യമില്ല, പല സ്ഥലത്തുനിന്ന് ഫുഡ് കഴിക്കുന്നവരാണ്. അപ്പൊ വീണ്ടും അവിടെ നിന്നും ഡൗൺ ആയി. അപ്പോ ഒരു സ്റ്റാർട്ടപ്പിന്റെ ഡിക്ലൈൻ ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൊജക്ട് ഉണ്ടാക്കിയപ്പോ ഭയങ്കര ഹ്യൂജ് ആണ്, പക്ഷെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, ഐഡിയ പറയുമ്പോ എല്ലാവർക്കും പറയാം, പക്ഷെ ഇംപ്ലിമെന്റേഷന്റെ യാഥാസ്ഥികതയാണ് ഈ പറയുന്നത്. പക്ഷെ ഈ പ്രശ്നം സോൾവ് ചെയ്യണല്ലോ. അങ്ങനെ ഞാനും എന്റെ ടീമും ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തി. 5 ദിവസം ഏകദേശം ഒരു 10-15 പേരെ വെച്ച് ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തിയതാണ്. ഗവൺമെന്റ് ഓഫീസ്, ഇൻഷുറൻസ് സ്ഥാപനങ്ങള്, ബാങ്കുകള് തുടങ്ങിയ സ്ഥലങ്ങള് 5 മുതൽ 15 പേര് ജോലി ചെയ്യുന്ന ആ സെക്ടർ ഇങ്ങോട്ട് എടുത്തു. അങ്ങനത്തെ ഒരു സെക്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ക്വാളിറ്റി ഉള്ള ജീവിത നിലവാരം നയിക്കുന്നവരാണ്, നല്ല സാലറി കിട്ടുന്നവരാണ്, എപ്പോ വേണമെങ്കിൽ ട്രാൻസ്ഫർ ആവുന്നവരാണ്, പല സ്ഥലത്ത് മാറി മാറി താമസിക്കുന്നവരാണ്. ആ ഒരു ഫോക്കസ് ഏരിയ എടുത്ത് അവരിലേക്ക് നല്ല ക്വാളിറ്റി ഫുഡുകൾ സപ്ലൈ ചെയ്ത് അവരെ കൊണ്ട് നല്ല റിവ്യൂ എടുപ്പിച്ച് അവരിൽ നിന്ന് അടുത്ത ചാനലും ഫണലും ഉണ്ടാക്കി എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ 30 ലക്ഷം പെർ മന്ത് ടേൺ ഓവർ എത്തി നമ്മൾ എക്സിറ്റ് ആവുക ചെയ്തത്. അപ്പോ ഒരു ഐഡിയ ഉണ്ടായിരിക്കാം, ആ ഐഡിയയുടെ പുറത്ത് പിച്ചിങ്ങിന് ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവൻ ഈ ലോകം കണ്ടു കഴിഞ്ഞവനാണ്, അവൻ ഈ ഐഡിയ കേൾക്കുന്നത് പുത്തരിയല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഡെയിലി എത്രയോ സ്റ്റാർട്ടപ്പിന്റെ എനിക്ക് സ്റ്റാർട്ടപ്പിന്റെ ഐഡിയ ഉണ്ട്, ഇന്നത് ഉണ്ടെന്ന് കേൾക്കുന്നവരാണ് നമ്മൾ. കേൾക്കുന്ന സമയത്ത് ഇതിലേക്കുള്ള പോക്കാണ്, ഇത് അവസാനത്തിന്റെ അവസാനം നമ്മളെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് അത്രയും അലഞ്ഞൊരു വ്യക്തിക്ക് മാത്രമേ ഒരു വിഷൻ കിട്ടുള്ളൂ. അപ്പോ അങ്ങനെ ഒരു വിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ മാത്രം വെച്ചിരുന്നാൽ പോരാ, ആ ഐഡിയ ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്നതിന് ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തലയിൽ മാത്രമായിരിക്കില്ല അത് ഉദിച്ചിട്ടുണ്ടാവില്ല. ഇതെന്തുകൊണ്ട് നിലവിൽ വന്നില്ല എന്ന് ചിന്തിക്കുന്നത്, അതിനുള്ള ഉത്തരത്തിൽ നിന്ന് തുടങ്ങണം നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇനീഷ്യൽ സ്റ്റേജസിൽ സ്റ്റാർട്ടപ്പ് ബേസിക്കലി പറഞ്ഞ എക്സിക്യൂഷൻ ഗെയിമാണ്. എങ്ങനെയാണ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് കാര്യം. പിന്നെ അതിനനുസരിച്ചിട്ട് നിങ്ങളിപ്പോൾ പറഞ്ഞത് വെച്ചാൽ നമ്മൾ മാർക്കറ്റ് സ്റ്റഡിയും പ്രോപ്പറായിട്ട് നടത്തിയിരിക്കണം. ഇവര് ഈ കിച്ചണ് സ്റ്റാർട്ട് ചെയ്തത് മാർക്കറ്റ് സ്റ്റഡി പ്രോപ്പറായിട്ട് നടത്താത്തതിന് കൊണ്ടാണ്. കാരണം അധികം 100 അല്ലെങ്കിൽ ഒരു 100 എബവ് സ്റ്റാഫുള്ള കമ്പനീസിൽ എങ്ങനെയായാലും കിച്ചണ് ആ കമ്പനി തന്നെ അധികം പ്രൊവൈഡ് ചെയ്യും. തീർച്ചയായിട്ടും അവര് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴേ തന്നെ അവരുടെ മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ടുണ്ടോ? അതെ. അപ്പൊ അവരെന്ത് മാർക്കറ്റ് സ്റ്റഡിയാണ് നടത്തിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവിടെ ഒരു ഇമോഷണൽ കണക്ഷനും കൂടി ഉണ്ട്. അതായത് ഒരു MNC കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് ചായ കുടിക്കുന്ന സമയം, ഫുഡ് കഴിക്കുന്ന സമയം, അതെല്ലാവരും കൂടെ ഒത്തിരിക്കുന്ന സമയമാണ്. അത് അവരുടെ ഒരു ഇമോഷണൽ നെറ്റ്വർക്കിംഗ് സമയമാണ്. ആ സമയം അവര് സീറ്റിലേക്ക് ഫുഡ് കൊണ്ടുവരും, അവിടെ നിന്ന് കഴിക്കാൻ അങ്ങനെ തയ്യാറാവില്ല. ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ചിട്ട് എന്തായിരുന്നു നേരത്തെ പറഞ്ഞത്? ഒരു ഇനീഷ്യൽ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു? ബോച്ചേട്ടി, അത് നമ്മൾ ടീമായിട്ട് ചെയ്യുന്ന ബോച്ചേട്ടി ഞാൻ കേട്ടിട്ടുണ്ട്. അത് ദുബായിലാണ് ആദ്യം ലോഞ്ച് ചെയ്തത്. അതിനുശേഷം ആ ഒരു ചായ വിത്ത് ഒരു ഗിഫ്റ്റ് വൗച്ചർ പോലെ ഒരു കോൺസെപ്റ്റ്. അപ്പോ ഞാൻ ആ സംരംഭകരിൽ നിന്ന് പഠിച്ചൊരു കാര്യമുണ്ട്. അതായത് ആ സംരംഭകൻ ഒരു ദിവസം ബിസിനസിന് വേണ്ടി കൊടുക്കുന്ന സമയം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ട്, അതുപോലെ ആളുടെ ഓരോ ബിസിനസ്സിൽ ഇൻവോൾവ് ആവാൻ കൊടുക്കുന്ന സമയം ഉണ്ടല്ലോ, അത് നേരിട്ട് കാണാം. അതായത് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനെയാണ് നമ്മൾ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുക. അതുപോലെ തന്നെ വലിയ കാഴ്ചകൾ കണ്ട വ്യക്തികൾക്ക് മാത്രമേ ഏതൊരു ചെറിയ സംവിധാനവും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റൂ. നമ്മുടെ നാട്ടിലൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സക്സസ്ഫുൾ എന്റർപ്രണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 40 വയസ്സിന് മുകളിലുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ആ പ്രായത്തിൽ ഒരു സക്സസ് ആയി എന്നുള്ളതിന് കാരണം അവർക്ക് കണ്ടുപഠിക്കാനും മനസ്സിലാക്കാനും ഉദാഹരണങ്ങൾ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യം. വളരെ ശരിയാണ്. അതായത് ചെറുപ്പം മുതലേ നമുക്ക് പറഞ്ഞ് ഒരു ബിസിനസ് കണ്ട് മനസ്സിലാക്കാൻ, അത് ഇന്നത് ചെയ്യുന്നത് ഇന്നതാണ് ഉണ്ടാവുക, അതിന്റെ റിസൾട്ട് ഇന്നതായിരിക്കും, ഒരാൾ ഡീൽ ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇല്ലാത്തൊരു വ്യക്തി അവന്റെ പണം കൊണ്ടും സമയം കൊണ്ടും അധ്വാനവും റിസ്ക് എടുത്ത് അവനത് പഠിക്കണം. അപ്പൊ അവന്റെ സമയം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെ അറിയാതെ, ഏകദേശം ഒരു 30-ആം വയസ്സിലാണ് അധികം പേരും എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് മാർക്കറ്റിൽ ഇറങ്ങി സെറ്റായി വരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 10 വർഷം എടുക്കും. അതുകൊണ്ടാണ് 40 വയസ്സിന്റെ മുകളിലാണ് അധികം സക്സസ്ഫുൾ സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ബിസിനസ് ഓണേഴ്സ് വരുന്നത് ഞാൻ മനസ്സിലാക്കിയത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നല്ല ജോലിക്കാരെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്.
അതായത് പഠിച്ചിറങ്ങി ഉടനെ ജോലി, എല്ലാത്തിനും ടാഗ് ലൈൻ. അപ്പൊ ജോലി ചെയ്ത് മടുക്കുമ്പോ ഇത് ശരിയാവില്ല, ബിസിനസ്സിലേക്ക് ഇറങ്ങാം. അങ്ങനെയാണ് അവര് അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് പോകുന്നത്. അപ്പോ അവിടെ ആ ഒരു 10 വർഷത്തെ ഗ്യാപ്പ് നമ്മൾ നിൽക്കുന്നത്. ഞാനിപ്പോ ഒരു കോൺസെപ്റ്റ് തുടങ്ങിയത് ഒരു സ്റ്റാർട്ടപ്പ് ഗുരുകുലം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് വലിയ പദ്ധതി പറയൂ വലിയ പദ്ധതികളുടെ ഭാഗമാവുക, വലിയ കാഴ്ചകൾ കാണുക, വലിയ സംരംഭകരോടൊത്ത് യാത്ര ചെയ്യുക. അതുപോലെ അത്തരം സംരംഭത്തിൽ ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ. അതുപോലെ ബോബി ചെമ്മണ്ണൂർ സ്റ്റാർട്ടപ്പിൽ ഓൾറെഡി ഉണ്ട് അല്ലേ? ഇല്ല അദ്ദേഹത്തിന്റെ പദ്ധതികളുമായിട്ട് നമ്മൾ പല പ്രൊജക്ടുകൾ അസോസിയേറ്റ് ചെയ്ത് ചെയ്യുന്നു. അവർക്ക് എന്തെങ്കിലും മാർക്കറ്റിംഗോ അല്ലെങ്കിൽ സെയിൽസിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരാണെങ്കിൽ അത് നിങ്ങളുടെ അടുത്തേക്ക് തരും, നിങ്ങളത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കും അല്ലെ? നമ്മളത് എടാതെ ഈ സംഭവം അധികം കുട്ടിയുണ്ടാച്ചിട്ടാ. പറഞ്ഞോ എങ്ങനെ വിഷയം കണ്ടല്ലോ എങ്ങനെ? അതായത് ഈ പ്രൊജക്ടുകളെ കുറിച്ച് കൂടുതൽ പറയണ്ടാച്ചിട്ടാ. എങ്ങനെ? കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്ക് പറയാൻ താല്പര്യമില്ലാത്തതിനെ കൊണ്ടാണെങ്കിൽ സ്കിപ്പ് ഇറ്റ്. ഇറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ. ഇത് സ്കിപ്പ് ചെയ്യാം. കാരണം ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആയിട്ട് പറയാം. മതി. കാരണം കുറെ അപ്കമിങ് പ്രൊജക്ട്സ്. അതായത് ഇപ്പോ ശ്രീ ബോബി ചെമ്മണ്ണൂർ പോലെ ഒട്ടനവധി മീൻസ് ഒരു 1000 കോടിക്ക് മുകളില് ബിസിനസ് ചെയ്ത ആളിലെ കൂടെ സഞ്ചരിച്ചൊരു വ്യക്തിക്ക് മാത്രമേ, അല്ലെങ്കിൽ അത്തരം ബിസിനസ്സുകൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു 100 കോടിക്ക് മുകളില് അല്ലെങ്കിൽ 100 കോടിയോളം ടേൺ ഓവർ വരുന്ന ഒരു പ്രൊജക്റ്റിൽ ഗൈഡ് ചെയ്യാനും അതിന് മെന്റർ ചെയ്യാനും അവന് അർഹതയുള്ളൂ, അല്ലെങ്കിൽ അതിന് സാധിക്കുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ ശരി. അങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്നുണ്ടെങ്കിൽ യെസ് വലിയൊരു കാഴ്ച കണ്ടിട്ട് വേണം. അല്ലെങ്കിൽ അവൻ എയറിൽ നിന്ന് എടുത്തിട്ട് എന്തോ കാര്യങ്ങൾ പറയുന്നത് കൂട്ടത്തില് ഒരു മോട്ടിവേഷൻ സ്പീക്കറോ മെന്ററോ ആയി തീരും. അവനെ എന്താ പറയാൻ പറ്റില്ല, ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോ അങ്ങനെ ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വലിയ കാഴ്ചകളും വലിയ യാത്രകളും ചെയ്യണം. അത്തരത്തിലുള്ള പ്രൊജക്ടുകളാണ് നമ്മൾ ഇപ്പൊ ഈ ബോബി ചെമ്മണ്ണൂർ പോലെ പല പ്രൊജക്ടുകൾ നമ്മൾ ഇൻവോൾവ് ആവുന്നത്. പിന്നെ നിങ്ങൾ ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പം നിങ്ങളെ സ്റ്റോറി പറഞ്ഞിരുന്നു, എങ്ങനെയാണ് നിങ്ങൾ ഈ ഫീൽഡിലേക്ക് എത്തിയത്. അത് എനിക്ക് വളരെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഒന്ന് ഷെയർ ചെയ്യാം. ഓ യെസ്